ഇവിടെയുള്ള വലിയന്മാരുടെ കറാമത്തായി, ഔലിയാക്കന്മാരുടെ കറാമത്തായി ചിലത് പറയാറുള്ളത്, റമദാൻ മാസത്തിൽ ഞാൻ മൂപ്പരെ കാണാൻ പോയപ്പോൾ മൂപ്പര് ഭക്ഷണം കഴിക്കുന്നു. എന്നോട് ചോദിച്ചു നോമ്പുണ്ടോ? ഞാൻ പറഞ്ഞു നോമ്പുണ്ട്. നോമ്പങ്ങ് മുറിച്ചാളോ എന്ന് പറഞ്ഞു. പറഞ്ഞുപോലെ നിസ്കരിക്കുന്നത് ആരും കാണുന്നില്ല, റമദാനിൽ നോമ്പെടുക്കുന്നത് കാണുന്നില്ല. ചാലിലത്ത് ഒരു റമദാനിൽ വന്ന് ചായ കുടിക്കുകയും അടുത്തുള്ള ഒരാൾക്ക് ബാക്കി കൊടുക്കുകയും ചെയ്യും. അയാൾ അതിന്റെ ബാക്കി റമദാനിന്റെ പകലിൽ കുടിച്ചു. അതോടുകൂടി എനിക്ക് മനസ്സിലായി അയാൾ വലിയ തന്നെ, ഒറിജിനൽ വലിയാണ്. CM മടവൂർ എന്ന് പറഞ്ഞ വലിയനെ കുറിച്ച് പറഞ്ഞ പ്രധാന കറാമത്താണ്. അള്ളാഹു പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള വ്യാപകമായ അന്ധവിശ്വാസങ്ങൾ തകർക്കാൻ ഏറ്റവും സഹായകമായ ഹദീസാണ്. ശരി, എങ്ങനെയാണ് നീ അള്ളാഹുവിന്റെ വലിയാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. എൻ്റെ അടിമകൾക്കുമേൽ ഞാൻ നിർബന്ധമാക്കിയ, വാജിബാക്കിയ കാര്യങ്ങൾ അത് പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരാൾക്ക് എൻ്റെ അരികിലേക്ക് ഏറ്റവും അധികം അടുക്കാൻ സാധിക്കുക. ഒരാൾ ഫർദായ കാര്യം ചെയ്താൽ അതുകൊണ്ടാണ് ഏറ്റവും അധികം എന്നിലേക്ക് അടുക്കാൻ സാധിക്കുക. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹ്. എൻ്റെ അടിമകൾ നവാഫിലുകൾ, സുന്നത്തുകൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്തടുത്ത് ഹത്താ ഉഹിബ്ബഹ്, ഞാൻ അവനെ സ്നേഹിക്കും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കും. അപ്പോൾ അതോടുകൂടി ഒരാൾ വലിയായി. ഈ ഒരൊറ്റ ഹദീസ് മതി നമ്മുടെ നാട്ടിലുള്ള ധാരാളക്കണക്കിന് വലിയ എന്ന പേരും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ പിടിച്ച് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ. അള്ളാഹു പറയുന്ന ഫർദ് ചെയ്തുകൊണ്ടാണ് എന്നിലേക്ക് ഏറ്റവും അധികം അടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ സുന്നത്തുകൾ കൂടി പ്രാവർത്തികമാക്കിയാലാണ് അവൻ വലിയാകുക. നമ്മുടെ നാട്ടിൽ ഒരാൾ വലിയാകാൻ മിനിമം ക്വാളിറ്റി എന്താണ്? ആൾക്കാരുടെ കണ്ണിൽ ഒന്ന് നിസ്കരിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ നിർബന്ധകാരി. അതാണ്. അത് ഒരാൾ നിർത്തിയാൽ അതോടുകൂടി അവനെ കുറിച്ച് ആൾക്കാർ പറയും, അവന് വലിയന്റെ സ്ഥാനത്തേക്ക് എത്തിയെന്ന് തോന്നുന്നു എന്ന് പറയും. ഈ ഹദീസ് വലിയന് ആരാണ് യഥാർത്ഥ വലിയ എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ്. വലിയാണോ അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കും, വാജിബുകൾ ചെയ്യും, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കും, സുന്നത്തുകൾ അവനിൽ ഉണ്ടായിരിക്കും, അവനാണ് വലി, അവനാണ് യഥാർത്ഥ വലിയ. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഒരു മനുഷ്യൻ ആകാശത്തുകൂടെ പറക്കുന്നത് നീ കണ്ടാലും സമുദ്രത്തിന് മുകളിലൂടെ നടക്കുന്നത് നീ കണ്ടാലും നീ അവൻ വലിയാണ് എന്ന് പറയരുത്. അവൻ ഖുർആനും സുന്നത്തും പിൻപറ്റുന്നുണ്ടോ എന്നത് ആദ്യം പരിശോധിക്കണം.